സ്വതന്ത്രരായിട്ടുള്ള പലരും പറയുന്നത് ഈ ഐക്യം മുടക്കിയത് PS ശ്രീധരൻപിള്ളയാണ്. അതിലെന്തുമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രീധരൻപിള്ള അവിടെ NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് നിലപാട് മാറിയത് എന്നുള്ളതും ശരി. വെള്ളാപ്പള്ളി പറഞ്ഞാലേ ശരി. നമ്മുടെ നേതാക്കന്മാർ എന്താലോചിച്ചുകൊണ്ടിരിക്കുക, ഈ പെരുന്നേല പോപ്പ് എന്ത് കോപ്പാട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ധാരാളം. ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ BJP വോട്ട് ചെയ്യും. കാരണം ഭൂരിപക്ഷ സമുദായം ആയിക്കോട്ടെ, പിന്നെ ഗുണം BJPക്കല്ലേ കിട്ടുക. അതെ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം BJPക്ക് കിട്ടിയാൽ ശ്രീധരൻപിള്ളയെ പോലെ ഇത്തരം കാലം ഈ BJP കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പിന്നെ കേരള രാഷ്ട്രീയത്തിലല്ല, കേരളത്തിൽ യാതൊരു നിലനിൽപ്പുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നായന്മാരുടെയും ഈഴവരുടെയും ധീവരരുടെയും വിശ്വകർമ്മരുടെയും നമ്പൂരിമാരുടെയും ഇതര ബ്രാഹ്മണരുടെയും ഒക്കെ പൊതുവായ ഒരു ആശയമായിട്ട് ഐക്യം ഉരുത്തിരിക്കുന്നു. നമ്മൾ ഹിന്ദുക്കൾ ഇനി യോജിച്ച് നിന്നാലേ പറ്റുള്ളൂ, ഭിന്നിച്ച് നിന്നാൽ രക്ഷയില്ല എന്നൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അതാർക്കെങ്കിലും തടയാൻ പറ്റും. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ അനുഗ്രഹിക്കാനുള്ള ശക്തി ഇല്ലെങ്കിലും നിഗ്രഹിക്കാനുള്ള കേൾപ്പുണ്ട്. ഞാൻ ഈ സമുദായ സംഘടനകളെക്കുറിച്ച് പൊതുവെ പറയുന്നതാണ്. നായരെയും ഇഴവരെ കുറിച്ച് മാത്രമല്ല, കത്തോലിക്ക മെത്രാന്മാർക്കൊക്കെ ഇതേ പ്രശ്നം തന്നെയുണ്ട്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. NSS SNDP ഐക്യം രാഷ്ട്രീയ കേരളം വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്ത വിഷയമാണ്. എന്നാൽ ഐക്യത്തിൻ്റെ കണ്ണി അപ്രതീക്ഷിതമായി അകലുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഐക്യത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ പിന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരെ തള്ളിപ്പറയുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ സാധിച്ചത്. ഇനിയൊരു ഐക്യസാധ്യത വെള്ളാപ്പള്ളി നടേശൻ കാണുന്നുണ്ടോ? ആരായിരിക്കാം ഈ ഐക്യ നീക്കം തകർത്തത്? എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ, ഒപ്പം തന്നെ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ ഈഴവ നായർ ഐക്യം അല്ലെങ്കിൽ SNDP NSS ഐക്യം പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഈ ഒരു ഐക്യം നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളം ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. എന്നിട്ട് അപ്രതീക്ഷിതമായി അത് നടക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ, തലേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിയുന്നതാണ് കാണാൻ സാധിച്ചത് NSS. എന്തായിരിക്കാം ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്നാണ് അങ്ങ് കരുതുന്നത്? ഒരു രാഷ്ട്രീയ കാരണം സുകുമാരൻ നായർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അതോ അതിനപ്പുറം സംഭവിച്ചിട്ടുണ്ടാകുമോ? ആരായിരിക്കാം അതിൻ്റെ ചരടുവലി നടത്തിയത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, ഇതിൻ്റെ സീക്വൻസ് പരിശോധിക്കുമ്പോൾ ഇത് ഇന്നൊന്നല്ലോ തുടങ്ങിയ ഒരാശയമല്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതെ. SNDP NSS തമ്മിൽ പല തവണ ഇങ്ങനെ ഐക്യകാഹളം മുഴക്കുകയും കുറച്ചു കാലമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് തെറ്റിപ്പിരിക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ടായിട്ട് 1950കളിൽ തന്നെ ഇങ്ങനെയുള്ള നീക്കങ്ങളുണ്ടായിട്ട്. അതിനു മുമ്പ് തിരുവിതാംകൂറിൽ രാജഭരണമുള്ള കാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസിനെതിരായിട്ട് SNDP NSS ഒക്കെ ഒരുമിച്ച് നിന്ന് പോരാടിയ ചരിത്രമുണ്ട്, ദിവാൻ CP രാമസ്വാമിയാരുടെ താല്പര്യപ്രകാരം. അപ്പോൾ അങ്ങനെയുള്ള പഴയ പുരാണമൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയണ ഒരുപാട് സമയം പോണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ സമീപകാലത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഐക്യത്തിൻ്റെ കാഹളം മുഴങ്ങിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഒരു കൊല്ലം പിന്നിട്ടതിന് ശേഷം, അതായത് 2012-ലാണ്. 2012 മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ പൊതുവേ ഒരു വലിയ അസംതൃപ്തിയും അതൃപ്തിയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. അത് ഭരണത്തിൻ്റെ അഴിമതി ഒരു ഭാഗത്തുണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതലായിട്ട് കെടുകാര്യസ്ഥ ഉണ്ടായിരുന്നു. മന്ത്രിമാർ മിക്കവരും കഴിവില്ലാത്തവരായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് വലിയ സമുദായ പ്രീണനം നടക്കുന്നു എന്നൊരു തോന്നൽ നായന്മാരുടെ ഇടവരുടെ മാത്രം ഇടയിലല്ല, പൊതുവെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടായി. ഏതാണ്ട് നായാടി മുതൽ നമ്പൂരി വരെ ഉള്ള ആളുകളുടെ ഇടയിൽ ഈ ഒരു ചിന്താഗതി പ്രബലമായി. ആ സമയത്താണ് ഈ രണ്ട് നേതാക്കന്മാരും വളരെ ശക്തമായ ഒരു ഐക്യ നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് വന്നത്. അന്ന് ശ്രീ നാരായണ പണിക്കർ ജീവിച്ചിരിപ്പുണ്ട്, സുകുമാരൻ നായർ തൊട്ട് കൂടെയുണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തുന്നു. ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞത് സുകുമാരൻ നായരാണ്. വെള്ളാപ്പള്ളി നടേശനെ അത്രയും കടത്തി പറഞ്ഞില്ല. 5ാം മന്ത്രി ഉണ്ടാകുന്നു, വലിയ സംഭവങ്ങൾ നടക്കുന്നു. NSS ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നേരെ മുസ്ലിം ലീഗുകാർ ചങ്ങനാശ്ശേരിയിൽ പ്രകടനം നടത്തുകയും പടക്കം പൊടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരെ കൊണ്ട് കഴിയാവുന്നതിലുള്ള പ്രകോപനങ്ങളൊക്കെ അവരും ഉണ്ടാക്കി. ഈ NSS ആണ് 5ാം മന്ത്രിക്ക് എതിരെ നിൽക്കുന്നത് എന്ന രീതിയിൽ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇവർ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയോട് NSS തണുത്തു, അവരുടെ ഡിമാൻഡുകളൊക്കെ കുറഞ്ഞു എന്ന രീതിയിലേക്ക് പോയി. പക്ഷേ വെള്ളാപ്പള്ളി
ശക്തമായിട്ട് കട്ടയ്ക്ക് നിന്നു. അത് കഴിഞ്ഞ് മുമ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം ബാക്കിയിരിക്കുമ്പോഴാണ്, ഒരു കൊല്ലത്തിൽ താഴെ ബാക്കിയിരിക്കുമ്പോഴാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുണ്ട്. ശ്രീ ജി കാർത്തികേയൻ മരിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ മകൻ ശബരിദാസൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ്. അപ്പോൾ അരുവിക്കരയിൽ ഒ രാജഗോപാൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. എം വിജയകുമാർ മുൻ സ്പീക്കർ, മുൻ മന്ത്രി CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ത്രികോണ മത്സരം ഉണ്ടായി. യഥാർത്ഥ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ് എന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞു. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം കോൺഗ്രസിന് അനുകൂലമായിട്ട്, അതുപോലെ ശബരിനാഥിന് അനുകൂലമായിട്ടുണ്ടായി. ശബരിനാഥൻ ജയിച്ചു. വിജയകുമാറിൻ്റെ തൊട്ട് പുറകിൽ രാജഗോപാലെത്തി. അത് പൊതുവേ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് വലിയ ഉത്തേജനം നൽകിയ ഒരു വിജയമാണ്. വിജയമല്ല, മുന്നേറ്റമായിരുന്നു. ആ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാചകം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിജയി രാജഗോപാലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആളും അർത്ഥവുമില്ല, സംവിധാനമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇത്രയധികം വോട്ട് പിടിച്ചു. അതൊരു വലിയ വിജയമാണ് എന്ന് പറയും. അതിന് ശേഷമാണ് അദ്ദേഹം ഈ നായാടി മുതൽ നമ്പൂരി വരെ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. BDJS പാർട്ടി ഉണ്ടാക്കുന്നു. സമത്വ മുന്നേറ്റ യാത്ര നടത്തിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വികാരം ശക്തമായിട്ട് പ്രതിഫലിച്ചു. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, BJP BDJS സഖ്യത്തിന് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതിനേക്കാളും വളരെ കൂടുതൽ വോട്ട് കിട്ടി. പല മണ്ഡലങ്ങളിലും ഇവർക്ക് 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ വോട്ട് ഷെയർ വർദ്ധിച്ചു. അതിനേക്കാളും ഉപരിയായിട്ട് ഈ ഭൂരിപക്ഷ സമുദായക്കാരുടെ വോട്ടുകളുടെ കേന്ദ്രീകരണം സ്വതവേ തന്നെ LDFിലേക്കാണ്. അതൊന്നുകൂടി ശക്തിപ്പെട്ടു. കാരണം ഈ കോൺഗ്രസിനെ തോൽപ്പിക്കണം, UDFിനെ തോൽപ്പിക്കണം എന്ന താല്പര്യപ്രകാരം. അങ്ങനെയാണ് 2016 പിണറായി സർക്കാർ ഉണ്ടാകുന്നത്. പിന്നീട് ഈ ക്രിസ്ത്യൻ സമുദായവും UDFിൽ നിന്ന് അകന്നു. അത് ഒരു വലിയ പരിധിവരെ LDF 2021 തിരിച്ചു വരുന്നതിന് സഹായകരമായി. അതിന് മുന്നോടിയായിട്ടാണ് ജോസ് കെ മാണിയുടെ പാർട്ടി വിട്ടുപോയത്. ജോസ് കെ മാണി തൻ്റെ ഇഷ്ടപ്രകാരം പോയതല്ല. അദ്ദേഹം കത്തോലിക്ക മെത്രാന്മാരുടെയൊക്കെ താല്പര്യപ്രകാരം പോയതാണ്. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്ന ഈ നമ്പൂരി മുതൽ നായാടി മുതൽ നസ്രാണി വരെ എന്ന വിപുലീകൃതമായ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി. അതിൻ്റെ സൂചന വളരെ വ്യക്തമുള്ളൂ. നായാടി മുതൽ നമ്പൂരി വരെയും നസ്രാണിയും കൂടി ചേർന്നാൽ പിന്നെ ആരാണ് മറുഭാഗത്തുള്ളത് എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഊഹിക്കാവുന്നു. അപ്പോൾ ആ ഒരു വികാരം ഉണ്ടായി. അത് ഈ KM മാണി മരിച്ചതിന് ശേഷം ഈ കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ സംഭവം എന്ന് പറയുന്നത്, മാണി വലിയ നേതാവായിരുന്നു, വലിയ ഭരണതന്ത്രജ്ഞനായിരുന്നു, മികച്ച മന്ത്രിയായിരുന്നു, ഗംഭീര പാർലമെൻറ്ററിയനായിരുന്നു ഒക്കെ പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പ്രതീകവും പ്രതിരൂപവുമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അദ്ദേഹം വലിയൊരു വർഗീയവാദിയൊന്നും ആയിരുന്നില്ല. എന്നാലും ക്രൈസ്തവർ, പ്രത്യേകിച്ച് കത്തോലിക്കർ, അതിൽ തന്നെ സിറിയൻ കത്തോലിക്കർ, അവരുടെ ഏറ്റവും പ്രബല വിഭാഗം, അവർ വിചാരിച്ചിരുന്നത് നമ്മുടെ ആളായിട്ട് മാണി സാർ അവിടെ ഉണ്ട് എന്നാണ്. ഈ മാണി സാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യവനിക വീണപ്പോൾ, കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു അനാഥത്വമുണ്ടായി. ഇത് കേൾക്കുന്ന പല ക്രിസ്ത്യാനികളും നമ്മളോട് വിയോജിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു വികാരം പൊതുവെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അത് മെത്രാന്മാരുടെ ഇടയിലുണ്ടായി, വൈദികരുടെ ഇടയിലുണ്ടായി, കന്യാസ്ത്രീകളുടെ ഇടയിലുണ്ടായി, സാധാരണക്കാരുടെ ഇടയിലും വ്യാപകമായിട്ടുണ്ടായി. സത്യം പറഞ്ഞ് കേരള കോൺഗ്രസ് ഒഴിഞ്ഞ പാർട്ടിയുടെ പ്രസക്തി അന്നില്ലണ്ടായി. കാരണം KM മാണിയുടെ ഒഴിഞ്ഞ ആ ഒരു ശൂന്യതയിലേക്ക് അത് നികത്താനായിട്ട് PJ ജോസഫിനോ ജോസ് കെ മാണിക്കോ PC ജോർജിനോ വേറെ ഏതെങ്കിലും ഒരു നേതാവിനോ കഴിയുമായിരുന്നില്ല. കാരണം മാണി എന്ന് വെച്ചാൽ അത്രയും ഒരു ഫാദർ ഫിഗറായിരുന്നു കേരള രാഷ്ട്രീയത്തിലും കേരള കോൺഗ്രസിലും ക്രിസ്ത്യൻ പൊളിറ്റിക്സിലും. ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. പിന്നെ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഇമേജ് ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല മാണിക്കുള്ള പോലെ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു അനാഥത്വം ഉണ്ടായി. അതുകൊണ്ട് കൂടിയാണ് അവർ UDF വിട്ട് LDFിലേക്ക് പോയി. ഇനിയിപ്പോൾ UDFിൽ നിന്നാൽ ഒരു രക്ഷയില്ല, നമ്മളെ ലീഗുകാർ വിഴുങ്ങിക്കളയും എന്ന് കേരള കോൺഗ്രസ്സുകാർക്ക് തോന്നി. അതിനേക്കാൾ കൂടുതലായിട്ട് കത്തോലിക്ക മെത്രന്മാർക്ക് തോന്നി. അവർ സ്ക്രൂ വച്ചിട്ടാണ് മാണിയെ ഇടതുപക്ഷത്തേക്ക് വിട്ടത്, ജോസ് കെ മാണി. അപ്പോൾ അങ്ങനെ വെള്ളാപ്പള്ളി പറഞ്ഞ ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളത് 2021 നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞില്ല, അതിന് ശേഷമാണ് പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു സോഷ്യൽ ഫോർമേഷൻ ഈ 2021. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ വിപ്രതിപത്തിയുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ പരിധി വരെ BJPക്ക് ഗുണം ചെയ്യും, വലിയ പരിധി വരെ UDFിന് ഗുണം ചെയ്യും. അപ്പോൾ ബൈ ഡിഫോൾട്ട് UDF ജയിക്കും എന്നുള്ളതാണ് ട്രെൻഡ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കത്തോലിക്ക മെത്രാന്മാരടക്കമുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും
UDF-ലേക്ക് തിരിച്ചു പോകണം, വരാൻ പോകുന്ന ഭരണത്തിൽ അവരുടെ പങ്ക് കിട്ടാതെ പോരുതല്ലോ. അതിന് PJ ജോസഫ് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ജോസ് കെ മാണിയെ കൂടി അപ്പുറത്തേക്ക് വിടാൻ ശ്രമിച്ചത്. അത് നടന്നില്ല, മറ്റ് പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗം ഇപ്പോഴും ദുർബലമായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു UDF സർക്കാർ വന്നാൽ പോലും കേരള കോൺഗ്രസിൻ്റെ വിലപേശൽ ശക്തി കുറവായിരിക്കും, കത്തോലിക്ക സഭയുടെ വിലപേശൽ ശക്തി കുറവായിരിക്കും. പൊതുവെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ താരതമ്യേന ദുർബലമായിരിക്കും. ഇത് മെത്രമാർക്കും അറിയാം. പക്ഷേ തൽക്കാലം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരങ്ങനെ വേദന കടിച്ചമർത്തി നിൽക്കുകയാണ്. മാത്രമല്ല ഈ വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ്, അതുപോലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലീഗിൻ്റെ കയ്യിലായിരിക്കും ചെന്നപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. 2011 തൊട്ട് 2016 വരെ ഉണ്ടായ ഭരണത്തിൻ്റെ ഒരു തനിയാവർത്തനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള അവരുടെ ആശങ്കയും ഉത്കണ്ഠയൊക്കെ അവർ ഇൻ സോ മെനി വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞു. പല സംഘടനകളും ചില മെത്രാന്മാരും ചില വൈദികരും ഒക്കെ ഇതിങ്ങനെ ഏറെയും കുറഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മലബാറിലേക്കുള്ള ചില മണ്ഡലങ്ങളെക്കുറിച്ച് തർക്കമുണ്ട്, പേരാവൂരിനെ പോലെ അല്ലെങ്കിൽ തിരുവമ്പാടി പോലെയുള്ള മണ്ഡലങ്ങളെ, വയനാടൻ മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അത് ലീഗുമായിട്ട് പലപ്പോഴും എന്താണ് വിപരീത ദിശയിൽ നിൽക്കുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഈ ക്രിസ്ത്യാനികളായിട്ടും ഉണ്ട്. പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ പൊതുവേ തന്നെ ഒരു ആശങ്കയുണ്ട്. കാരണം ലീഗിൻ്റെ ഭരണം വന്നാൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? UDF എന്ന് പറഞ്ഞത് ലീഗ് നയിക്കുന്ന അല്ലെങ്കിൽ ലീഗ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത്. വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. പിന്നെ മൂന്നാമത്തെ പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് ഉണ്ട്. പിന്നെ പല ചീള് പാർട്ടികളുമുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് രാജൻ ബാബുവിൻ്റെ JSS, അല്ലെങ്കിൽ CP ജോണിൻ്റെ CMP, RSP, ഇങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഫലമില്ല. ഫലമുള്ളത് ഈ രണ്ട് പാർട്ടികൾക്കുള്ളൂ. ഒന്ന് കോൺഗ്രസ്, മറ്റത് ലീഗ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പോലും വലിയ രാഷ്ട്രീയ ശക്തിയൊന്നുമില്ല. അവർ കത്തോലിക്ക സമുദായത്തെയോ ക്രിസ്തീയ വിഭാഗത്തെയോ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ ഇവിടെയാണ് ഈ പുതിയ ആശയത്തിന് പെട്ടെന്ന് കിട്ടിയ ഒരു സ്വീകാര്യത. വെള്ളാപ്പള്ളി നടേശൻ ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള സ്ലോഗൻ കോയിൻ ചെയ്തത് സത്യം പറഞ്ഞാൽ 2 കൊല്ലം മുമ്പ് മൈസൂരിൽ നടന്ന SNDPയുടെ ഒരു നേതൃയോഗത്തിലാണ്. അന്ന് അത് കേരളകൗമുദി പത്രത്തിലും അങ്ങനെ 1-2 സ്ഥലത്തേക്ക് വന്നുള്ളൂ. അതിന് വലിയൊരു പ്രചാരം കിട്ടിയില്ല. ഇപ്പോഴാണ് പുള്ളി അത് വീണ്ടും എടുത്ത് അതിൻ്റെ മൂർച്ച കൂട്ടിയത്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തോട് പൊതുവേ NSS നേതൃത്വത്തിനല്ല, സാധാരണക്കാരായ നായന്മാരുടെ ഇടയിൽ, അതൊരു പൊളിറ്റിക്കലായിട്ട് നല്ല ശക്തിയുള്ള കമ്മ്യൂണിറ്റിയാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്, രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. നായർ സമുദായത്തിലെ ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ്, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്, അതിനെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ്. മാത്രമല്ല ഈ സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ, ഇന്ന് കരയോഗം നായന്മാർ എന്ന് പറഞ്ഞ വിഭാഗം, അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ NDP, ഇങ്ങനെയൊക്കെയുള്ള UDF പാർട്ടികളാണ്. ആ വിഭാഗം ഇപ്പം മിക്കവാറും നാമമാത്രമായിരിക്കും. അതിൽ വലിയ ഒരു കടന്നുകയറ്റം BJP നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ BJP എന്ന വികാരം നായർ സമുദായങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയം വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ആഞ്ഞടിച്ച് പറയുന്നത്. അപ്പോൾ ഈ നായാടി മുതൽ നമ്പൂരി വരെ, അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ആശയം ഈഴവ സമുദായത്തിൽ കിട്ടിയേക്കാളും അതിൻ്റെ സ്വീകാര്യത കിട്ടിയത് നായർ സമുദായത്തിലാണ്. NSSൻ്റെ നിലപാടെടുത്തു എന്ന് നിലപാടെടുത്തില്ല എന്നുള്ളതല്ല. NSSൻ്റെ നിലപാടൊന്നും വലിയ പ്രസക്തമല്ല. NSS പറഞ്ഞിടത്തല്ല നായന്മാർ വോട്ട് ചെയ്യുക, SNDP പറയുന്നിടത്തല്ല ഈഴവർ വോട്ട് ചെയ്യുക. മിക്കവാറും ഏത് സമുദായ സംഘടന പറയുന്ന പോലെയുമല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, അവരവരുടെ താല്പര്യപ്രകാരമാണ്. ഇത് ഒരു വശമാണ്. നേരെ മറിച്ച് ഇതിന് ഒരു മറുവശമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എറണാകുളം മണ്ഡലത്തിൽ എന്ന് വിചാരിക്കുക. ഇവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി TJ വിനോദാണ്. CPMൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPM പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി മനു റോയിയാണ് എന്ന് വിചാരിക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ സുകുമാരത്താരൻ നമ്മുടെ ആളുകളൊക്കെ വോട്ട് സെബാസ്റ്റ്യൻ പോളിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നായന്മാർ ചെയ്തുകൊള്ളുന്നില്ല. ചെയ്യാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഈഴവരും ചെയ്യാതിരിക്കാനാണ് സാധ്യത. അവരവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യും. നേരെ മറിച്ച് ഇത് വേറൊരു രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഈഴവ സമുദായത്തോട് നായർ സമുദായത്തോട് എന്തെങ്കിലും പകവച്ച് പെരുമാറുകയോ ഇവരോട് പക്ഷപാതപരമായിട്ട് പെരുമാറുകയോ ചെയ്തു എന്നൊരു തോന്നൽ ജനങ്ങളുടെ അല്ല, പെരുമാറണമെന്നില്ല, തോന്നലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിലൊരു ആരോപണം സമുദായ നേതാക്കന്മാരെ ഉന്നയിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ സംഘടിച്ചിട്ട് എന്നാൽ ഇതിനെക്കൊണ്ടൊരു പണി തന്നിട്ട് വേറെ കാര്യമുള്ളൂ എന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ അനുഗ്രഹിക്കാനുള്ള ശക്തി ഇല്ലെങ്കിലും നിഗ്രഹിക്കാനുള്ള കേൾപ്പുണ്ട്. ഞാൻ ഈ സമുദായ സംഘടനകളെക്കുറിച്ച് പൊതുവേ പറയുന്നതാണ്.
നായരെയും ഇഴവരെക്കുറിച്ച് മാത്രമല്ല, കത്തോലിക്ക മെത്രാന്മാർക്കൊക്കെ ഇതേ പ്രശ്നം തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ സഭയ്ക്ക് ഇന്ന രീതിയിൽ ദ്രോഹം ചെയ്തവനാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രകോപിതരാകും. അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് ഇന്ന പോലെ ടാങ്ക് വെച്ചവനാണ് ഇവൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആളുകൾ ഉത്തേജിതരാകുകയും എതിർ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അവർ താല്പര്യപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഐക്യം എന്ന ആശയം വന്നത്. ആ ഐക്യം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വന്ന ആശയമല്ല. ഇപ്പോൾ NSSലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആ സ്ഥലത്തെ പ്രധാന നായന്മാർ അഥവാ NSS നായക സഭ യോഗം ചേർന്നു. നായന്മാരെ നമ്മളെല്ലാവരും ഇത്തവണത്തെ വോട്ട് UDFൽ നിന്ന് അടർത്തിയെടുത്ത് LDFന് ചെയ്യണം അല്ലെങ്കിൽ BJPക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ സമുദായ അംഗങ്ങൾ ചെയ്യുകയില്ല. മറിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തിരിച്ചാണ്. താഴെ തട്ടിൽ നിന്നാണ് ഈ ആശയം ഉയർന്നു വരുന്നത്. വെള്ളാപ്പള്ളിയുടെ ഈ ഐക്യ കാഹളത്തോട് NSSൻ്റെ നേതൃത്വം അതിന് അനുകൂലമായാലും അനുകൂലമായില്ലെങ്കിലും സാധാരണക്കാരായ നായന്മാരുടെ പ്രത്യേകിച്ച് BJP ചിന്താഗതി ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. വ്യക്തിപരമായിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് പറയും, ചേട്ടാ വെള്ളാപ്പള്ളി പറഞ്ഞല്ലേ ശരി, നമ്മുടെ നേതാക്കന്മാർ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഈ പെരുന്നേല പോപ്പ് എന്ത് കോപ്പാട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് എന്താണ് സമുദായ നേതൃത്വത്തിനും ഈ രീതിയിലുള്ളൊരു തോന്നലുണ്ടാവുകയും ഐക്യത്തിൻ്റെ കാഹളം മുഴക്കം ചെയ്ത് ഇനിയാണ് ഇത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് വർക്കൗട്ട് ആവും എന്ന ഘട്ടം വന്നു. വെള്ളാപ്പള്ളി നടേശൻ തുഷാറിനെ ഒരു ദൂതനായിട്ട് പെരുന്നേലേക്ക് അയക്കാമെന്ന് പറയുന്നു. അവർ കമ്മിറ്റി കൂടാൻ തീരുമാനിക്കുന്നു. ആ തുഷാർ പോകാനുള്ള തീയതി തീരുമാനിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഇതിൽ മാറ്റം വരികയാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്. ഈ വെള്ളാപ്പള്ളിയോട് അടുപ്പമുള്ള ആളുകളും മറ്റ് സ്വതന്ത്രരായിട്ടുള്ള പലരും പറയുന്നത് ഈ ഐക്യം മുടക്കിയത് PS ശ്രീധരൻപിള്ളയാണ്. അതിലെന്തുമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രീധരൻപിള്ള അവിടെ NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് നിലപാട് മാറിയത് എന്നുള്ളതും ശരിയാണ്. കാക്ക വന്നു പനമ്പഴവും വീണു എന്ന് പറഞ്ഞ പോലെ ആയിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അതിനാണ് സാധ്യത. ശ്രീധരൻപിള്ളയ്ക്ക് NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു സീറ്റുണ്ട്. ഈ NSSകാർക്ക് പൊതുവെ NSSകാർക്കെന്ന് വെച്ചാൽ സമുദായാംഗങ്ങൾക്കല്ല, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് പൊതുവേ സുകുമാരനാർക്ക് പ്രത്യേകിച്ച് BJPയോട് വലിയ കലിപ്പാണ്. അതുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ അവിടെ കയറ്റാത്തത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ കയറ്റാത്തത്. BJPയുടെ ഒരു നേതാവിനെയും അവിടെ കാലെടുത്ത് ഒട്ടാൻ സമ്മതിക്കാത്തത് ഇതുകൊണ്ടാണ്. അവിടെ സീറ്റുള്ള ഒരേ ഒരു BJPക്കാരൻ എന്ന് പറയുന്നത് ശ്രീധരൻപിള്ളയാണ്. ശ്രീധരൻപിള്ള അവിടെ ചെല്ലുന്നു, പിറ്റേ ദിവസം നിലപാട് മാറ്റും. ഇത് BJPക്ക് അനുകൂലമായ ഒരു ധ്രുവീകരണമല്ല ഈ സമുദായ ഐക്യം കൊണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് ഒരുപക്ഷെ ശ്രീധരൻപിള്ള സുകുമാരൻ നായർക്ക് ഓതിക്കൊടുത്ത് കാണും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ സാറേ, ഈ ശ്രീധരൻപിള്ള മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിൻ്റെ നിയമോപദേശകനാണ്. നിയമകാര്യങ്ങളെല്ലാം കോടതി വ്യവഹാരങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം വഴി NSS ആ സ്ഥാനത്തേക്കൊരു ദൂതയച്ചു എന്നാണോ കരുതേണ്ടത്, സംശയിക്കേണ്ടത്? അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഈ സമുദായ നേതൃത്വത്തിൽ തന്നെ ഉണ്ട്, NSSലുണ്ട്, SNDPയിലുണ്ട്. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലിയോ പറഞ്ഞ ഒരാശയം ഈ രണ്ട് സമുദായത്തിൽപ്പെട്ട പ്രമുഖ വ്യക്തികളുടെ ഇടയിലുണ്ട്. അവർ പറയുന്നത് ശ്രീധരൻപിള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു ട്രോജൻ ഹോഴ്സാണ് എന്ന്. ഞാനത് വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ടാവും. പക്ഷേ ശ്രീധരൻപിള്ള എനിക്ക് ഒരുപാട് കാലമുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞേക്കാളും കുറച്ചുകൂടി യുക്തിഭദ്രമായിട്ടുള്ള വേറൊരു ആശയം ഞാൻ പറയും. ഇതുവരെ ആരും പറഞ്ഞില്ല. ഒരു ദുരാരോപണം ഞാൻ ആദ്യമായിട്ട് ഉന്നയിക്കുന്നു എന്ന് വിചാരിച്ചാൽ എന്താണത്? ലീഗിൻ്റെ ട്രോജൻ ഹോഴ്സ് ആയിട്ട് ശ്രീധരൻപിള്ള പോകുന്നതിൽ കഥയില്ല. ശ്രീധരൻപിള്ള പോയത് സ്വന്തം നിലയ്ക്ക് BJP ഈ കേരളത്തിൽ ശക്തിപ്പെട്ടാലോ എന്ന് പേടിച്ച് BJPയുടെ ടാങ്ക് വയ്ക്കാൻ വേണ്ടി പോയതാണെന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആരോപിക്കാം. കാരണം ഇപ്പോഴത്തെ BJP ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ശ്രീധരൻപിള്ള, സുരേന്ദ്രൻ, മുരളീധരൻ മുതലായ പരമ്പരാഗത BJP ലീഡർഷിപ്പല്ല. ഓക്കെ, നമ്മൾ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴത്തെ BJP ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ പാർട്ടി ലീഡർഷിപ്പാണ്. കാരണം പാർട്ടിയുടെ എന്താണ് മുഖ്യ സ്ഥാനത്ത്, താക്കോൽ സ്ഥാനത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, ബിസിനസ്സുകാരനാണ്. അതെ, ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ BJP ഈ കാര്യം ഭൂരിപക്ഷ സമുദായ ഐക്യം എന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയന് വേണ്ടി ചെയ്താലും മോഡിക്ക് വേണ്ടി ചെയ്താലും ആത്യന്തികമായിട്ട് അതിനൊരു ഗുണം കിട്ടാമെന്ന് ആർക്കാണ്? BJPക്കാണ്. അതെ, ആത്യന്തികമായിട്ട് BJPക്കാണ്. കാരണം ഇവരൊക്കെ കൂടി ഒരു ഭൂരിപക്ഷ സമുദായ ഐക്യം ഉണ്ടാക്കിയത് വിചാരിക്കാം.
NSS, SNDP, ധീവരസഭയും വിശ്വകർമ്മ സഭയും ബ്രാഹ്മണ സഭയും യോഗക്ഷേമ സഭയും എല്ലാം ഒരു കുടക്കീഴിൽ ഒരു കൊടിക്കീഴിൽ അണിനിരന്ന് ഭൂരിപക്ഷ സമുദായ ഐക്യം ഉണ്ടാക്കുന്നു. എന്നിട്ട് നേതാക്കന്മാരെ ആഹ്വാനം ചെയ്യുന്നു, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സമുദായ അംഗങ്ങളെ, നമ്മൾ യോജിച്ച് നിൽക്കണം, നമ്മളെല്ലാവരും LDF വോട്ട് കൊടുക്കണം, പിണറായി വിജയൻ്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടണം എന്ന് പറഞ്ഞാൽ ലിയോ എന്ന് ആലോചിച്ചു. അതെ, ഈ ഐക്യമൊക്കെ ഗംഭീരമായിരിക്കും, പക്ഷെ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യും? ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ BJP വോട്ട് ചെയ്യും. കാരണം ഭൂരിപക്ഷ സമുദായം ആയിക്കൊണ്ടായ പിന്നെ ഗുണം BJP അല്ലേ കിട്ടുക. അതെ. അപ്പം അങ്ങനെ ഒരു ഗുണം BJP കിട്ടിയാൽ ശ്രീധരൻപിള്ളയെ പോലെ ഇത്തരം കാലം ഈ BJP കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പിന്നെ കേരള രാഷ്ട്രീയത്തിലല്ല കേരളത്തിൽ യാതൊരു നിലനിൽപ്പുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിയാണ്. ഇതല്ലേ കൂടുതൽ യുക്തിസാവും. അല്ലാണ്ട് മുസ്ലിം ലീഗിൻ്റെ ട്രോജൻ കുതിരയായിട്ട് പാണക്കാട്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീധരൻപിള്ള പെരുന്നയിൽ പോയി ഒരു ബാർഗൈനിങ് നടത്തി എന്ന് പറഞ്ഞാൽ ഒരു കഥ എനിക്ക് തോന്നല്ല, അതിനൊരു സാധ്യതയില്ല. പാണക്കാട്ട് കുടുംബക്കാർ അത്ര മോശക്കാരാണെന്ന് എനിക്ക് തോന്നില്ല. മാത്രമല്ല ശ്രീധരൻപിള്ള ട്രോജൻ കുതിരയായിട്ട് വിടാൻ പാത്. അപ്പോൾ NSS ആഫീസിലിരിക്കുന്ന ആൾക്കാർ വെറും പൊട്ടന്മാരായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ശ്രീധരൻപിള്ള ഇങ്ങനൊരു ദൂതുമായിട്ട് വന്നത് ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. നായന്മാർ പൊതുവേ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് എൻ്റെ അറിവിലും പരിചയത്തിൽ. മാത്രമല്ല തിരുവിതാംകൂർ ഭാഗത്ത് ഒരു രക്ഷയില്ല. മലബാറിലോ കൊച്ചിയിലോ നായന്മാരെ പോലെയല്ല. അവർ വീരശൂര പരാക്രമികളാണ്. ഈ വേലുത്തമ്പി തളവയുടെ രാജാ കേശവദാസിൻ്റെയൊക്കെ വലിയ പാരമ്പര്യം പറയുകയും ഈ പറഞ്ഞ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരാരും ഇതൊന്നും പറ്റിക്കാൻ പറ്റില്ല. ശ്രീധരൻപിള്ള ചെങ്ങന്നൂക്കാരനാണെങ്കിൽ സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പോൾ അവിടെ ആ വക പരിപ്പൊന്നും വേവില്ല. പക്ഷേ സത്യത്തിൽ BJPയുടെ വളർച്ച തടയുക, അല്ലെങ്കിൽ BJPയിൽ നമ്മളല്ലാതെ വേറൊരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർക്ക് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം സുകുമാരൻ നായർ ഒരു കാര്യം ഞാൻ പറയും, ഭയങ്കര BJP വിരുദ്ധനാണ്. ഒരൊറ്റ BJPക്കാരനെ പുള്ളിക്ക് കണ്ണുവരെ കണ്ടുകൂടാ. പുള്ളിക്ക് കാണാവുന്ന, പുള്ളിക്ക് താല്പര്യമുള്ള ഒരേ ഒരു നായർ അല്ല ഒരേ ഒരു BJP നേതാവ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അല്ല, അമിത്ഷാ അല്ല, യാതൊരു ശ്രീധരൻപിള്ളയാണ്. അപ്പോൾ ശ്രീധരൻപിള്ള ഇവിടെ താല്പര്യപ്രകാരമായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീധരൻപിള്ള ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ നാടകീയമായ തീരുമാനമുണ്ട്. അതിനു മുമ്പ് തുഷാർ വന്നാൽ എൻ്റെ മകനെ പോലെ സ്വീകരിക്കുന്നു പറഞ്ഞ സുകുമാരൻ നായർ പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴത്തേക്കും പ്ലേറ്റ് മാറ്റി പുള്ളി പറഞ്ഞു തുഷാറിനെതിരെ അയക്കുന്നു. എനിക്കതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനല്ല അയക്കുന്നു, അങ്ങനെ അയക്കാം. വല്ല ലോജിക്കും ഉണ്ടായിരുന്നു. പുള്ളി തലേൻ്റെ ദിവസം പറഞ്ഞ് പുള്ളി ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സത്യത്തിൽ ഈ പാണക്കാട് തങ്ങന്മാരുടെ ട്രോജൻ കുതിരയായിട്ടല്ല ഇപ്പോഴത്തെ ഇപ്പോൾ നിലവിലുള്ള BJP ലീഡർഷിപ്പിനെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ശ്രീധരൻപിള്ള പോയത് എന്ന് വിചാരിക്കുന്നതാണ് യുക്തിസാ. ശ്രീധരൻപിള്ളയാണ് ഇതിൽ വില്ലനെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ദൈവശാപം കിട്ടും, ഇടിവെട്ടുള്ളൂ. ശ്രീധരൻപിള്ള മനസ്സാ വാച അറിഞ്ഞിട്ടില്ല. കാക്കതാലീയ ന്യായമാണെന്ന് വിചാരിക്കുക. കാക്ക വന്നതും പനമ്പഴം വീണു, കാക്ക ചെന്നതും പനമ്പഴം വീടും തമ്മിൽ ബന്ധമില്ല. ശ്രീധരൻപിള്ള അവിടെ ചെന്നു, മണിച്ചേട്ടൻ പുള്ളിക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തു, പിള്ളക്ക് ചായ കൊടുത്തു, പിള്ള ചായ കുടിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? ഈ കൊല്ലം കുംഭവാസിൽ ചൂട് കൂടുതലാണല്ലോ, മാവ് പൂത്തതിൻ്റെ പിറ്റേ ദിവസം മഴ പെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് പിള്ള പോന്നാൽ പക്ഷേ പിറ്റേ ദിവസം സുകുമാരൻ നായർക്ക് വെളിപാടുണ്ടായി. അദ്ദേഹം ഒരു തീരുമാനം എടുത്താവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ ദൂഷിക്കുന്നത് ശരിയല്ല, അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് വിധിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രീധരൻപിള്ള നമ്മുടെ സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹമാണ് ഇതിന് ടാങ്ക് വെച്ചതെങ്കിൽ ഇവർ വിചാരിക്കുന്ന രീതിയിൽ പാണക്കാട് തങ്ങന്മാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ താല്പര്യപ്രകാരമല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യപ്രകാരമല്ല, മറിച്ച് BJP നേതൃത്വം ഒരു കാരണവശാലും ക്ലച്ച് പിടിക്കരുത്, കേരളത്തിൽ BJP ഒരിക്കലും കൂമ്പ് പിടിക്കരുത് എന്ന താല്പര്യം കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ, അദ്ദേഹം അല്ലെങ്കിൽ മറ്റു കാരണങ്ങളായിരിക്കും. പിന്നെ ഇതിനകത്ത് ഈ എഴുതിയിൽ ഒഴിച്ച കാര്യം എന്ന് പറയുന്നത് പത്മ പുരസ്കാരമാണ്. അതെ, അതിൽ ഈ പറഞ്ഞ പോലെ ഒരു അപകടം അതിൻ്റെ അകത്തുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പത്മ പുരസ്കാരം കിട്ടുന്നത് ഒരു കൊല്ലം മുമ്പ് പ്രവചിച്ച ആളെ, അത് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കിട്ടിയപ്പോഴാണ്. അതെ 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 അത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നു വരുന്നു. ഈ ജനുവരി 25-ാം തീയതി വൈകുന്നേരം ചേർത്തല ഭാഗത്തുള്ള ഒരു ശ്രീനാരായണീയൻ എന്നെ വിളിച്ചിട്ട് സാറിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പ്രവചനം വളരെ ശരിയായി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടി. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പ്രവചിച്ചിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ മറന്നു വരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കിട്ടിയപ്പോൾ സാറും പറഞ്ഞിരുന്നു. ഇതേ നിലക്കാണെങ്കിൽ 2026 വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷണോ പത്മവിഭൂഷണോ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരെയുള്ളൂ. ഈഴവ സമുദായത്തെ പ്രീണിപ്പിക്കാനും മൊത്തത്തിൽ ഒരു ഉത്തേജനം ഉണ്ടാക്കാനും വേണ്ടി കൊടുക്കും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്. നമ്മൾ പല തമാശകൾ ഒരു തമാശയായിട്ട് പ്രവചിച്ചാണ്, പക്ഷേ സംഗതി സത്യമേ.
ഞാൻ മറന്നുപോയെങ്കിൽ ഇത് കേട്ടോണ്ടിരുന്ന ആൾ ഓർത്തു, അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനത് പ്രവചിച്ചതിൻ്റെ കാരണം ഇതാണ്, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പല പുരസ്കാരങ്ങളും പലർക്കും പ്രഖ്യാപിക്കും. അതിൻ്റെയൊക്കെ പുറകിൽ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളും ഉണ്ടാവും. ഓക്കെ. വി എസ് അച്യുതാനന്ദൻ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ജസ്റ്റിസ് കെ ടി തോമസിനെ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു മമ്മൂട്ടി കൊടുത്തു, ഇതൊക്കെ ഇതിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സുകുമാരൻ നായർക്ക് പത്മശ്രീ അല്ല പത്മഭൂഷൺ കൊടുത്തതിൽ, വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തതിൽ സുകുമാരൻ നായർക്ക് എന്തിനാണ് കൊതിക്കറിവെന്ന് ചോദിച്ചാൽ, സുകുമാരൻ നായർക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടില്ല, പത്മശ്രീ പോലും കിട്ടിയിട്ടില്ല. ഈ പത്മഭൂഷൺ കിട്ടിയ ഒരാളെന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്തിന് ശേഷം NSS ലീഡർഷിപ്പുള്ള ഒരാൾക്കും പത്മഭൂഷണോ പത്മശ്രീ ഒന്നും കിട്ടിയിട്ടില്ല. സുകുമാരൻ നായർക്ക് കിട്ടിയിട്ടില്ല, കിടങ്ങൂരിനും കൊടുത്തിട്ടില്ല, പിന്നെ നാരായണ പണിക്കർ സാറിന് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മറുഭാഗത്ത് വെള്ളാപ്പള്ളി കെട്ടിയെന്ന് പറയുമ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഈർഷ്യ തോന്നാൻ സാധ്യതയുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, മനുഷ്യരല്ലേ. തുല്യ നിലയിലുള്ള രണ്ട് സമുദായ സംഘടനകൾ, ഒരാളുടെ ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ കിട്ടുന്നു, നമുക്ക് പത്മവിഭൂഷണെങ്കിലും കിട്ടുന്നതാണല്ലോ, കാരണം നമ്മളാണല്ലോ കുറച്ചുകൂടി മുന്തിയ സമുദായം എന്ന് വിചാരിക്കാം. പക്ഷേ പുള്ളി പറഞ്ഞത് അതിൽ താല്പര്യമില്ലെന്നാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ട് ഇതിനോട് കൂട്ടി വയ്ക്കുന്നത്, വ്യക്തിപരമായ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഒരാൾ നന്നാവുന്നതിൽ മറ്റാൾക്കുള്ളൊരു കണ്ണിക്കടിയേക്കാൾ കൂടുതലായിട്ട് ഇല്ലയോ നമ്മൾ രാഷ്ട്രീയമായിട്ട് ആലോചിക്കുമ്പോൾ അതെ, കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഈ പത്മ പുരസ്കാരം കൊടുക്കുന്നത് BJP സർക്കാരാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചാണ്. വി എസ് അച്യുതാനന്ദന് കൊടുത്തതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. അത് സമുദായ വോട്ട് തട്ടുക എന്നുള്ളതല്ല, മറിച്ച് വി എസ് അച്യുതാനന്ദൻ ഒരു വലിയ രാഷ്ട്രീയ വിഗ്രഹമാണ്. ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ ആദരിക്കുന്ന വഴി ഞങ്ങളുടെ മഹാമനസ്കത കാണിച്ചു, വിശാല ഹൃദയം തുറന്ന് കാണിച്ചു എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ അന്യതാ VSൻ്റെ ആരാധകർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല മറ്റു പാർട്ടികളിലുമുണ്ട്. അവരുടെ ഇടയിലൊക്കെ കണ്ടു രാഷ്ട്രീയമായിട്ട് ഇത്രയും വിയോജിപ്പ് എതിരഭിപ്രായമുള്ളപ്പോഴും നരേന്ദ്രമോദി സാർ നമുക്ക് കണ്ണും കരളും കൽബുമായിരിക്കുന്ന മഹാനായ VSന് പത്മവിഭൂഷൺ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ സാധാരണക്കാർക്ക് ഒരു രോമാഞ്ചം ഉണ്ടാവില്ലേ? ശരിയാണ്, രോമാഞ്ചം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതെ അതെ. വലിയ താത്വികന്മാർക്കുണ്ടാവില്ല, ബാക്കിയുള്ളവർക്കുണ്ടാവും. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് അത് കൊടുത്തത്. മാത്രമല്ല അതുവഴിക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ വിഷമവൃത്തത്തിലാക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ VS ഇത് നിരാകരിക്കും, ശരിയാണ്, അദ്ദേഹം നിഷേധിക്കേണ്ട വരും. പക്ഷെ മരിച്ചുപോയ VSന് നിഷേധിക്കാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് ഞങ്ങളിത് വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ നിരാകരിക്കാമെന്ന് പറയാൻ പറ്റൂ? അത് ശരിയാണ്. പാർട്ടി ഡിസിപ്ലിനനുസരിച്ച് പത്മഭൂഷണോ പത്മവിഭൂഷണോ ഭാരതരത്നം തന്നെയോ സ്വീകരിക്കുന്നത് പാർട്ടി തത്വത്തിനെതിരാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട്. മരിച്ചുപോയ അച്ഛനൊരു പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ താല്പര്യപ്രകാരം ഞങ്ങൾ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? അത് ജനങ്ങളിൽ കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമായിരിക്കും. മരിച്ചുപോയ VS, മഹാനായ VSന് ഒരു പത്മവിഭൂഷൺ കൊടുത്തപ്പോൾ ഈ MA ബേബി അല്ലെങ്കിൽ പിണറായി വിജയൻ, EP ജയരാജൻ മുതലായ ആളുകൾ ഇവരെക്കുറിച്ചൊക്കെ പിന്നെ പത്രത്തിൽ എഴുതാൻ പറ്റാത്ത പല സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ആൾക്കാർ പറയാം. നമ്മൾ മനുഷ്യ സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ രീതിയിലായിരിക്കും ദുർവ്യാഖ്യാനം വരിക. പിന്നെ BJPക്കാരും അതിനനുസരിച്ച് തന്നെ നിൽക്കും. കണ്ടോ, VSന് ഒരു ബഹുമതി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ മേടിച്ചില്ല എന്നൊരു നിലവാരത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേ ഈ കച്ചട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയില്ലേ, അതെ അതെ. ആ അവസ്ഥയിലേക്ക് എത്തി. CPM ലീഡർഷിപ്പിനെ ഒരു വലിയ വിഷമവൃത്തത്തിലാക്കാൻ BJPക്ക് സാധിച്ചു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇത് കാണിക്കുന്നത് BJPയുടെ രാഷ്ട്രീയ താല്പര്യമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും BJPയിലേക്ക് ഈഴവരെ കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ പിന്നാക്ക സമുദായക്കാരെ കൊണ്ടുപോവുകയാണ്. നായന്മാരെ കൂടി നരേന്ദ്രമോദിയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കവുമായി അദ്ദേഹം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ സമുദായ നേതൃത്വത്തിന് മുമ്പിൽ ചിലവാകും, സമുദായ അംഗങ്ങളുടെ മുമ്പിൽ ചിലവാകില്ല. പക്ഷേ ഇങ്ങനൊരു വിശദീകരണം, ഈ ഒരു വ്യാഖ്യാനം ഇതിനകത്ത് സാധ്യമാണ്. അപ്പോൾ ഇങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഏതായാലും അവർ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. തെറ്റിയോ തെറ്റാതെയോ പിരിഞ്ഞു, ആ ഒരു കൂടിച്ചേരലുണ്ടായില്ല. അല്ല, ഇനിയിപ്പോൾ അതിനുശേഷവും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരെ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു പാവമാണ്, ഒരു ശുദ്ധനാണ്, നിഷ്കളങ്കനാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇനിയും ഒരു ഐക്യം അദ്ദേഹം, അല്ലെങ്കിൽ ഒരു ഐക്യ നീക്കം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുമോ? അത് സാധ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകുമോ? അല്ല, അതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത് സുകുമാരൻ നായരെ ആരോ പറഞ്ഞ് തിരിപ്പിച്ചു, നമ്മൾ നേരത്തെ പറഞ്ഞ ആളെ അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു.
ഞാൻ അത്ര ഖണ്ഡിതമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചില്ല. എനിക്ക് വളരെ സ്നേഹവും അടുപ്പമുള്ള ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അതറിയാം. അതെ അതെ. ഞാൻ അദ്ദേഹത്തെ കാണുകയും ഈ വിഷയത്തെക്കുറിച്ച് സാമാന്യം ദീർഘമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പല ആശയങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചു. പക്ഷേ അവിടുത്തെ പ്രശ്നം അതല്ല. ഇത് എന്തുകൊണ്ട് തകർന്നു? ഈ SNDP RSS തമ്മിലുള്ള ഐക്യം ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്ത് ആര് കാരണം തകർന്നു എന്നുള്ളത് ഇപ്പോൾ പ്രസക്തമല്ല. അത് ആ ഒരു ഐക്യം ഉണ്ടായില്ല. ഉണ്ടാകാൻ തുനിഞ്ഞ ആലോചിച്ച ഐക്യം ഇല്ലാതെ അത് കഴിഞ്ഞാൽ പക്ഷേ പ്രശ്നം അവിടെ നിൽക്കല്ലേ. ഏത് അതെ. ഐക്യം എന്ന് പറഞ്ഞത് നേതാക്കന്മാരിൽ നിന്നുണ്ടായ ഐക്യമല്ല, ഞാൻ പറഞ്ഞില്ല, താഴെക്കിടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഐക്യമാണ്. അതിന് NSS SNDP യോജിക്കേണ്ട ആവശ്യമുണ്ട്. അതെ അതെ. നായന്മാരുടെയും ഇഴവരുടെയും ദീപരുടെയും വിശ്വകർമ്മരുടെയും നമ്പൂരിമാരുടെയും ഇതര ബ്രാഹ്മണരുടെയും ഒക്കെ പൊതുവായ ഒരു ആശയമായിട്ട് ഐക്യം ഉരുത്തിരിഞ്ഞു വന്നു. നമ്മൾ ഹിന്ദുക്കൾ ഇനി യോജിച്ച് നിന്നാലേ പറ്റുള്ളൂ, ഭിന്നിച്ച് നിന്നാൽ രക്ഷയില്ല എന്നൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അതാർക്കെങ്കിലും തടയാൻ പറ്റുമോ? അതിനിപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിലുള്ള ഐക്യം അപ്രസക്തമാണ്, അതിൻ്റെ കാര്യമില്ല. ഇനി NSS SNDP തമ്മിലുള്ള ഐക്യവും വലിയ കാര്യമുള്ള കാര്യമല്ല. കാരണം ആളുകൾ ഒരുമിക്കാൻ തീരുമാനിച്ചാൽ ആര് വിചാരിച്ചാലും തടയാൻ പറ്റുകയില്ല. ഓക്കെ. അല്ല സാർ, ഇതിന് ഈ നീക്കത്തെ വർഗീയമായ ഒരു ചേരുവ നൽകിയാണ് എല്ലാവരും ചർച്ച നടത്തിയത്. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നു, ഈ ഒരു ഐക്യം ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പോലും ചില ചർച്ചയിലെ അവതാരകർ പറയുന്നത് കേട്ടു. പക്ഷേ നേരെ മറിച്ച് നോക്കുമ്പോൾ KM ഷാജി അദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗിച്ചു, അതിനുശേഷം ഒരു അഭിമുഖത്തിലും അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചു, മതമാണ് 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 പ്രശ്നം എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എനിക്കെൻ്റെ മതമാണ് പ്രശ്നം, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അത് വീണ്ടെടുത്തിരിക്കും. അത്തരത്തിലുള്ള വളരെ വളരെ അഗ്രസീവായി, അല്ലെങ്കിൽ അതിന് അഗ്രസീവാണോ അതോ ഒരു ഡിസ്റ്റർബിംഗ് ആയ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് കണ്ടു. ഇതിനെ രണ്ടിനെയും എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോക്കോൾഡ് നിരീക്ഷകർ വിലയിരുത്തുന്നത്? രണ്ടിനെയും രണ്ട് രീതിയിൽ എന്തുകൊണ്ട് വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് 3 തലത്തിലുള്ള മറുപടികളുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ആദ്യം ഷാജിയെ പറ്റി പറയാം. ഷാജി എൻ്റെ ഒരു വലിയ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. എന്ന് മാത്രമല്ല, ഷാജി ആദ്യം അഴീക്കോട്ട് മത്സരിച്ചപ്പോൾ ഷാജിക്ക് അനുകൂലമായിട്ടൊരു പ്രസ്താവന പുറപ്പെടുവിച്ച ആളെ. ഞാൻ ഇടതുപക്ഷ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് നിൽക്കുന്ന സമയത്ത് ഷാജിക്ക് അനുകൂലമായിട്ട് പ്രസ്താവന പുറപ്പെടുവിച്ച ആൾ. ഷാജി മുസ്ലിം ലീഗിൽ ഈ തീവ്രവാദികൾക്കെതിരായിട്ട്, മൗലികവാദികൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു യുവ നേതാവാണ്. അഴീക്കോട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം അനിവാര്യമാണ്. അതെല്ലാം മതേതര വിശ്വാസികളുടെയും ഒരു ബാധ്യതയാണ് എന്ന് ഞാനൊരു പ്രസ്താവന ഇറക്കി. രണ്ടാം ദിവസം സഖാവ് കാനൻ രാജേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഷാജിക്ക് അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കിയെന്ന്. ഞാൻ പെട്ടെന്ന് ഞാനത് മറന്നു വരുന്നു. ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമായി. അഴീക്കോട്ട് ഇത് ലീഗാരിത് മറ്റേ വലിയ പോസ്റ്ററോ ഫ്ലെക്സ് ബോർഡ് വെച്ചേക്കാണ്, വക്കീലിൻ്റെ പടം സഹിതം. മാർക്സിസ്റ്റുകാരുടെ ഭാഗത്ത് പരാതിയോട് പരാതിയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ സമുന്നത നേതാവ്. എനിക്കൂടെ മലബാറിലെ ആ ജില്ലകളുടെയൊക്കെ ചാർജ് പുള്ളിക്കായിരുന്നിരിക്കും. അപ്പോൾ എന്നിട്ട് പുള്ളി സാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഷാജി സത്യത്തിൽ അങ്ങനത്തെ ഒരു നിലപാടുള്ള ആളായിട്ടാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, ഷാജി അഴീക്കോട്ട് മത്സരിക്കുമ്പോൾ 2 തവണ ജയിച്ചപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ എതിരായിരുന്നു. ആ ഷാജി ഈ നിലവാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഷാജി ഇങ്ങനെ പറയുമ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ടാണ് ലീഗുകാരും മറ്റ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും വിചാരിക്കുന്നത്. അങ്ങനെ പറയുന്നത് ഷാജിയുടെ ഒരു അവകാശമാണ് എന്നവർ കരുതും. നേരെ മറിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഐക്യകാഹളം മുഴക്കുകയും ഐക്യമെന്ന ആശയം മുന്നോട്ട് വയ്ക്കും. അത് ചെറിയ ഐക്യമല്ല, വിപുലമായ ഐക്യമാണ്, വിശാലമായ ഐക്യമാണ്. അതിനോട് NSS പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഇത് വലിയ ഒരു പാതകമാണ്. ഇങ്ങനൊരു ഐക്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ, അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, മീഡിയ 1 ചാനൽ, ഇവരൊക്കെ വെള്ളാപ്പള്ളി നടേശൻ കൊള്ളരാത്തവൻ, സുകുമാരൻ നായർ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കൊള്ളരാത്തവൻ എന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനൊരു ഐക്യം ഉണ്ടാകാനേ പോകുന്നില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് വിജയിക്കില്ല എന്നൊക്കെ ചിലർ കബഡി നടത്തി. അവർ പ്രവചനം ശരിയായെന്നുള്ള പറയാം, എന്നാൽ പോലും അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ വിഷയം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ മാധ്യമ പ്രവർത്തകരും മാധ്യമ ഉടമസ്ഥരും വലിയൊരു വിഭാഗം ഇടതുപക്ഷ നാട്യക്കാരുമാണ്. ശരിക്കുള്ള ഇടതുപക്ഷക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല.
അപ്പോൾ ഇടതുപക്ഷ നാട്യം ഉള്ളവരാണ്, പഴയ എസ് എഫ് ഐക്കാരും ഒക്കെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ ടാർണിഷ് ചെയ്യുക, ഇയാളൊരു കൊള്ളാത്തവരാണ്, കള്ള് കച്ചവടക്കാരനാണ് എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക. മറിച്ച് അതിനെ എതിർക്കുന്ന എല്ലാവരും യോഗ്യന്മാരാണ് എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ പല താല്പര്യങ്ങളുണ്ട് എന്ന് വെച്ചോളൂ. ഞാൻ പറയാൻ വന്നത് പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ലേ അല്ലേ, ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറിയിട്ട് സുകുമാരൻ നായരുടെ താരമൂല്യം വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഓക്കെ. ജി സുകുമാരൻ നായർ മതേതര കേരളത്തിൻ്റെ രക്ഷകൻ, മനസ്സിലായി? അതെ. കേരളത്തെ മതേതര പാതയിലേക്ക് തിരിച്ചു നടത്തിയ ചിന്തകൻ ആര്? ജി സുകുമാരൻ നായർ. SNDP NSS സഖ്യം തകർത്ത മഹാനായ മനുഷ്യൻ, വെള്ളാപ്പള്ളിയുടെ വാരിക്കുഴിയിൽ ചാടാതെ സ്വയം രക്ഷിക്കുകയും സമുദായത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്ത സമുദായ സ്നേഹി എന്ന രീതിയിൽ ആര് പ്രൊജക്റ്റ് ചെയ്യുന്നു? സമുദായ അംഗങ്ങളല്ല കേട്ടോ. സമുദായ അംഗങ്ങൾക്ക് അങ്ങനെ വലിയ തെറ്റിദ്ധാരണയൊന്നുമില്ല. പുള്ളിയോട് പണ്ടുണ്ടായിരുന്ന ധാരണയൊക്കെ തന്നെ ഇപ്പോഴും. സമുദായ അംഗങ്ങളല്ലാത്ത ആളുകൾ, ചിന്തകന്മാർ, ബുദ്ധിജീവികൾ, ചില ടെലിവിഷൻ അവതാരകർ ഈ സുകുമാരൻ നായരുടെ ധാർമ്മിക ധീരത എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറികൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുകുമാരൻ നായർക്ക് ഇതൊന്നും യാതൊരു പങ്കാളിത്തമില്ല, ഭാഗവാഹിത്വമില്ല. പുള്ളിയെ ആളുകൾ വിമർശിച്ചാൽ അതും കൊള്ളാം, ഇനി ആക്ഷേപിച്ചാൽ അതും കൊള്ളാം എന്നാണ് പുള്ളിയുടെ നിലപാട്. ഞാൻ പറഞ്ഞത് ഈ ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് വെച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി, സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന, പുരോഗമന, മതേതര ബുദ്ധിജീവിയുമായി മാറി. ഇതാണ് അവസ്ഥ. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കും. കേരളം ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഇനിയും വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് വരും ആഴ്ചയിൽ. അതൊക്കെ നമുക്ക് പരിഗണിക്കാം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നന്ദി. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.